ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നമ്മൾ ഒരു പഴയകാല ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. മുതിര ചാറ്. മുതിര ചാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിര നമ്മൾ പൊടിച്ച് കറി വയ്ക്കുന്നത്. അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ മുതിര ചാറ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല അന്ന് മുതിര ചാറ് കഴിച്ചിട്ടുണ്ട്. മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്നും മുതിര ചാറ് തന്നെ ആയിരിക്കും. കാരണം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മഴയും മറ്റുള്ള സാധനങ്ങൾ അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു കിട്ടാനുണ്ടായിരുന്നില്ല, മാർക്കറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആകെ ഉണ്ടായിരുന്നത് മുതിരയും പരിപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. അപ്പം അന്ന് കാലത്തൊക്കെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയിരുന്നൊരു സാധനമാണ്. അന്ന് അതത്ര രുചിയും തോന്നില്ല. പക്ഷേ ഇന്ന് ഇത് നല്ല രുചിയുള്ളൊരൈറ്റമാണ്. പക്ഷേ ചെറുപ്പക്കാർ ആരും ചെറിയ മക്കളൊന്നും ഇത് കഴിച്ചോളുന്നില്ല. അപ്പം ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ മുതിര ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരുക്കിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവമാണെന്ന് പറഞ്ഞു. മുതിരയ്ക്ക് അത്രയധികം ഗുണങ്ങളുണ്ടെന്ന് മാത്രം ഞാൻ പറയാണ്. കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ ഒരു പരിപ്പ് വർഗ്ഗമാണ് ഈ മുതിര. അതുപോലെ തന്നെ കാൽസ്യം ഇത്രയധികം അടങ്ങിയിരിക്കുന്ന മറ്റുള്ള ഒരു പയർവർഗ്ഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാൽസ്യം 287 mg ആണ് അടങ്ങിയിരിക്കുന്നത്, മില്ലിഗ്രാം അടങ്ങിയിരിക്കുന്നത് 100 ഗ്രാം മുതിരയിൽ. അതുകൊണ്ട് ഷുഗർ പേഷ്യൻ്റ് പോലും ഇത് മറ്റുള്ള രോഗികൾക്കും ഇത് കഴിക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞ ഒരു പയർവർഗ്ഗമാണ്. ഇതിൽ വെറും 60% മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് 100 ഗ്രാമിൽ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ചെറിയ കൊച്ചുങ്ങൾക്കായാലും വലിയവർക്കായിരിക്കും കഴിക്കേണ്ടതായ ഒരു സാധനമാണ് മുതിര എന്ന് മാത്രം പറയാം. നമുക്ക് കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ കല്ലൊക്കെ നീക്കിയ മുതിര എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. കഴുകിയെടുത്തിട്ടാണ് നമ്മൾ വറുക്കാനെടുക്കുന്നത്. നമ്മൾ മൺചട്ടിയിൽ തന്നെയാണ് വറുക്കുന്നത്. പണ്ട് ഓട്ടുകലത്തിലാണ് വറുത്തിരുന്നത്. ഓട്ടുകലം കണ്ടവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഫ്രെയിം പാനിൽ നിങ്ങൾക്ക് ഈസി ഏതാണെങ്കിൽ അതുപോലെ വറുത്തെടുക്കാം കേട്ടോ. ഒരു പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിൽ വരെ നമ്മൾ വറുത്തെടുക്കണം. അതാണ് ഇതിൻ്റെ പാകം. അതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. പണ്ട് ഉരലിലിട്ട് കുത്തിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഉരലിലിട്ട് കുത്തി ഇതിൻ്റെ ഉമി കളഞ്ഞാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അന്നൊന്നും ഇത്രയ്ക്കധികം ഗുണങ്ങളുണ്ട് മുതിരയ്ക്കെന്ന് അറിയണ്ടായിരുന്നില്ല. അന്ന് മുതിര മൂത്രക്കല്ല് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. തന്നെയല്ല ആയുർവേദത്തിൽ ഇത് ഉപയോഗിച്ചിരുന്നു. തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു പയറുവർഗ്ഗമാണ് മുതിര. തീർച്ചയായും കർക്കിടക മാസത്തിലുള്ള കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മുതിര കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. നമുക്ക് ഓരോ വിഭവങ്ങളിൽ ഈസി ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നത് കറി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തന്നെയല്ല ഇത് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു രീതിയാണ്. വറുത്ത് പൊടിച്ച് നമ്മൾ മുതിരയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് കറി വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വറുത്ത് നന്നായിട്ട് പൊടിച്ചു കേട്ടോ. പൊടിച്ച് ഒരു ചെറിയ നുറുക്കായിട്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കണം. അതിൻ്റെ ഉമി നമ്മൾ കളയണം കേട്ടോ. ഉമി കളയണമെന്നില്ല, പക്ഷേ നമ്മൾ പണ്ടുണ്ടായിരുന്ന ആ രീതി മാത്രമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഉരലിന് പകരം മിക്സി അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടി സമയം ലാഭിക്കാൻ വേണ്ടി കുക്കർ എടുക്കുന്നു. അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. കാലത്തിനൊത്ത് നമ്മൾ മാറണ്ടേ. അത് നമ്മളൊരു ചെറിയ കുക്കറിലെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്ത മുതിര, അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം മുളക് പൊടിയും അല്പം ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചാലാണ് നമുക്ക് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റി ആവുക. തന്നെയല്ല നല്ല സോഫ്റ്റായി കിട്ടും. അതിനുവേണ്ടി നമുക്ക് അരപ്പ് ശരിയാക്കണം. അരപ്പ് ശരിയാക്കാനുണ്ട്. ഞാനിപ്പം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ വേണ്ട കേട്ടോ. 1 കപ്പ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന മുതിര. അപ്പോൾ 1/2 കപ്പ് തേങ്ങ. 1/2 കപ്പ് തേങ്ങയിൽ ഇത്തിരി അല്പം ചില്ലിയും ഒരു ചില്ലിയുടെ ഹാഫ് ഇട്ടു. പിന്നെ ഒരു ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തത് നമ്മൾ വെന്തുടഞ്ഞ മുതിരയിൽ ചേർക്കുകയാണ് കേട്ടോ. മുതിരയിൽ ഏത് കറിയിലായാലും തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി ഇട്ട് തിളപ്പിക്കരുത്. അത് അതിൻ്റെ ഗുണം അല്ലെ സ്വാദ് നഷ്ടപ്പെടുത്തും. ഗുണമാണ് അധികം നഷ്ടപ്പെടുക. അത് നമുക്ക് ഒന്ന് താളിക്കാൻ വേണ്ടി ഞാനിവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അതിലല്പം കടുകും വേപ്പിലയും വറ്റൽമുളകും താളിച്ചെടുക്കണം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ഈസി റെസിപ്പിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. നമ്മുടെ ചാനലിൽ മറ്റുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു ടു എവരിബഡി. എൻജോയ് സജീസ് ഫ്ലവർ ടൈം. ബൈ.